ഒരുപാട് മോട്ടിവേഷൻസ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസം കുറച്ച് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വീഡിയോകൾ ചെയ്യാം. പിന്നീട് വീണ്ടും ഇടയ്ക്ക് മോട്ടിവേഷൻസൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിന് നിർദ്ദേശപ്രകാരം കുറച്ച് വീഡിയോകൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, മോട്ടിവേഷൻസൊക്കെ പഴയതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുക. ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ എന്ന് കേൾക്കാത്തവരായിട്ട് ആരുമില്ല. അദ്ദേഹം 1891 ഏപ്രിൽ 14 ആര് ജനിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ജനിച്ചത് 1891 ഏപ്രിൽ 14 ഡോക്ടർ BR അംബേദ്കർ ജനിച്ചത്. ഡോക്ടർ ഭീമറാവു അംബേദ്കർ. ഭീമറാവു അംബേദ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്, ഭീമറാവു അംബേദ്കർ. അതുപോലെ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാബാ സാഹേബ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. ബാബാ സാഹേബ് എന്നറിയപ്പെടുന്നു ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു, ഒരു നിയമ വിദഗ്ധനായിട്ടൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി, അതുപോലെ തന്നെ അതിലുപരിയായിട്ട് അദ്ദേഹം ഒരു നിയമവിദഗ്ധൻ കൂടി ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ആരംഭിച്ച ദിനപത്രം ഏതായിരുന്നു? ബഹിഷ്കൃത് ഭാരത്. ബഹിഷ്കൃത് ഭാരത് എന്ന പത്രം ആരംഭിച്ചത് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതുപോലെ ആധുനിക ഭാരതത്തിലെ മനു എന്നറിയപ്പെടുന്നു. ആധുനിക ഭാരതത്തിലെ മനു എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ BR അംബേദ്കറിനെയാണ്. ആധുനിക ഭാരതത്തിലെ മനു ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത നേതാവ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഇന്ത്യയിൽ നിന്ന് ആര് പങ്കെടുക്കുകയുണ്ടായി? ഡോക്ടർ BR അംബേദ്കർ പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതുപോലെ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ തൊട്ടുകൂടായ്മയ്ക്കെതിരെയൊക്കെ പോരാടിയ ഒരു മഹത് വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ആരംഭിച്ച ദലിത പ്രസ്ഥാനം, അദ്ദേഹം സമൂഹത്തിലെ ദലിത താഴ്ന്നപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ദലിത് പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി ആൻസർ എന്താണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ട് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുക. ഡോക്ടർ BR അംബേദ്കറിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ മാനിച്ചിട്ട് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി 1990 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്ത് ചൂടുക, 1990 മരണാനന്തര ബഹുമതിയായിട്ട് ഡോക്ടർ BR അംബേദ്കറിന് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ആധുനിക ഭാരതത്തിലെ മനു എന്നറിയപ്പെടുന്നവരാണ്. ആധുനിക ഭാരതത്തിലെ മനു എന്നറിയപ്പെടുന്നവരാണ് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ ഡോക്ടർ BR അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണെന്ന് അറിയാം. എവിടെയാണ് ഡോക്ടർ BR അംബേദ്കറുടെ എവിടെയാണ്? ചൈത്രഭൂമി. ചൈത്രഭൂമി അല്ലെങ്കിൽ ചൈതന്യഭൂമി എന്നൊക്കെ അറിയപ്പെടും. ചൈത്രഭൂമി എന്നും ചൈതന്യഭൂമി എന്നൊക്കെ അറിയപ്പെടും. ഇനി നമ്മൾ പറയുന്നത് ദാദാഭായ് നവറോജിയെ കുറിച്ചാണ്. ദാദാഭായ് നവറോജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിനായിട്ട് അദ്ദേഹം എയോ ഹ്യൂമിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായി കേട്ടോ.
അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ ദാദാഭായ് നവറോജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. അതുപോലെ 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്? ദാദാഭായ് നവറോജിയാണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു ദാദാഭായ് നവറോജി. അതുപോലെ ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. അതുപോലെ ദാദാഭായ് നവറോജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയുന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത് ബാലഗംഗാധര തിലകനെ കുറിച്ചാണ്. ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ബാലഗംഗാധര തിലകൻ അദ്ദേഹം മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ജനിച്ചത്. ബാലഗംഗാധര തിലകൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ബാലഗംഗാധര തിലകൻ്റെ പ്രവർത്തന മേഖല. അത് ബാലഗംഗാധര തിലകനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികഞ്ഞ ഒരു വേദ പണ്ഡിതൻ, വേദങ്ങളിലും ഒക്കെ പാണ്ഡിത്യമുള്ള ഒരു മഹത് വ്യക്തി കൂടിയായിരുന്നു ആര്? ബാലഗംഗാധര തിലകൻ. ലോകമാന്യ തിലക് എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകനെയാണ്. അതുപോലെ ബാലഗംഗാധര തിലകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമായിരുന്നു ഏത്? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമായിരുന്നു കേസരി എന്ന പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഒക്കെ ഇങ്ങനെ മേഖലകളിലൊക്കെ ആര് കഴിവ് തെളിയിച്ചിട്ടുണ്ട്? ബാലഗംഗാധര തിലകൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ബാലഗംഗാധര തിലകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളാണ്: സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാരാണ്? ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദി എന്നും തീവ്രവാദി എന്നും രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകനായിരുന്നു. അതുപോലെ ബാലഗംഗാധര തിലകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാലഗംഗാധര തിലകൻ പറഞ്ഞിട്ടുണ്ട്, INCയുടെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു? ബാലഗംഗാധര തിലകനായിരുന്നു. അതുപോലെ മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവവും ഗണേശോത്സവവും സംഘടിപ്പിച്ചതാരായിരുന്നു? ബാലഗംഗാധര തിലകനായിരുന്നു. അതുപോലെ മറാത്ത സിംഹം എന്നറിയപ്പെടുന്ന ആരെയാണ്? ബാലഗംഗാധര തിലകനെയാണ്.